പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ഉയർന്നുവരുന്ന മുസ്തഫ ഖമനേയിയുടെ പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവച്ച പോസ്റ്റുകൾ ഇറാന്റെ ഭാവി രാഷ്ട്രീയ സൈനിക നിലപാടിന്റെ വ്യക്തമായ സൂചനകളായി വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ പാത പിന്തുടരും എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇറാന്റെ നിലവിലെ നയങ്ങളിൽ മാറ്റമല്ല, മറിച്ച് തുടർച്ചയാണെന്ന സന്ദേശം ശക്തമായി ഉന്നയിക്കുന്നു. മുസ്തഫ ഖമനേയി തന്റെ പ്രസ്താവനകളിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇറാന്റെ പരമ്പരാഗത വിദേശനയ നിലപാടുകളെ തുടർന്നുകൊണ്ടുള്ളതാണ്. പ്രതിരോധം എന്ന ആശയം ഒരു തന്ത്രം മാത്രമല്ല, മറിച്ച് ഒരു ഐഡന്റിറ്റിയായി മാറിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിനെതിരെ നിലപാട് ശക്തിപ്പെടുത്തുമെന്ന് മുജ്തബ പ്രഖ്യാപിച്ചതിലൂടെ ഇറാൻ തന്റെ പ്രാദേശിക സ്വാധീനം നിലനിർത്താനും ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നുവെന്ന് വ്യക്തമാണ്. ഇറാന്റെ സൈനിക രാഷ്ട്രീയ ഘടനയിൽ IRGC വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ്. ഈ സ്ഥാപനത്തിലൂടെ ഇറാൻ തന്റെ ആഭ്യന്തര സുരക്ഷയും പുറത്തേക്കുള്ള സൈനിക സ്വാധീനവും ഉറപ്പാക്കുന്നു. മുജ്തബ ഖമനേയി തന്റെ പ്രസ്താവനയിൽ IRGC നേതാക്കളുടെയും ഹിസ്ബുള്ള പോലുള്ള സഖ്യ സംഘടനകളുടെയും ത്യാഗങ്ങളെ പ്രശംസിച്ചതിലൂടെ ഈ സഖ്യവ്യവസ്ഥകൾ ഇറാന്റെ ഭാവി തന്ത്രങ്ങളിൽ കേന്ദ്രസ്ഥാനത്ത് തുടരുമെന്ന് വ്യക്തമാകുന്നു. ഹിസ്ബുള്ളയുമായുള്ള ഇറാന്റെ ബന്ധം ഈ സാഹചര്യത്തിൽ വീണ്ടും ശ്രദ്ധേയമാകുകയാണ്. ലെബനനിൽ പ്രവർത്തിക്കുന്ന ഈ സായുധ രാഷ്ട്രീയ സംഘടന ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തിന്റെ പ്രധാന ഉപാധികളിലൊന്നാണ്. ഹിസ്ബുള്ള നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും അവരുടെ പോരാട്ടങ്ങളെ ന്യായമായ പ്രതിരോധം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത മുസ്തഫയുടെ നിലപാട് ഇറാൻ ഈ കൂട്ടുകെട്ടിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. ഇതിലൂടെ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഇറാൻ കൂടുതൽ സജീവമായ ഇടപെടൽ തുടരാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം ഖാസിം സുലൈമാനിയുടെ പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടിയതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട IRGCയുടെ മുൻ കമാൻഡറായ സുലൈമാനി ഇറാനിൽ ഒരു ദേശീയ പ്രതീകമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ത്യാഗം പ്രതിരോധത്തിന്റെ ശരിയായ പാതയുടെ തെളിവാണ് എന്ന മുസ്തഫയുടെ പ്രസ്താവന സൈനിക നടപടികൾക്ക് ജനപിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമായും കണക്കാക്കാം. ഈ തരത്തിലുള്ള പ്രസ്താവനകൾ ആഭ്യന്തര ഐക്യവും ദേശീയതാഭാവവും വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. എന്നാൽ ഈ നിലപാടുകൾ അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കകൾക്കും വഴിവെക്കുന്നു. ഇറാൻ തുറന്ന നിലപാടോടെ അമേരിക്കയും ഇസ്രായേലിനെയും നേരിടുമെന്ന് പ്രഖ്യാപിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാനിടയാക്കും. ഇതിനകം തന്നെ പല രാജ്യങ്ങളും പങ്കാളികളായ ഈ സംഘർഷം കൂടുതൽ സങ്കീർണമായ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധിയായി മാറാൻ സാധ്യതയുണ്ട്. എണ്ണ വിപണി മുതൽ ആഗോള വ്യാപാരം വരെ പല മേഖലകളിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടും. മുസ്തഫ ഖമനിയുടെ പ്രസ്താവനകൾ ഒരു വ്യക്തിഗത രാഷ്ട്രീയ അഭിപ്രായം മാത്രമല്ല, ഇറാന്റെ ഭാവി തന്ത്രങ്ങളുടെ സൂചനയായി കാണേണ്ടതാണ്. പ്രതിരോധം എന്ന ആശയത്തെ കേന്ദ്രമാക്കി മുന്നോട്ടു പോകുന്ന ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്ക് തുടരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ നിലപാട് സമാധാനത്തിനേക്കാൾ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം. അതേസമയം ഏപ്രിൽ 1 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇറാനെതിരായ സൈനിക നീക്കങ്ങളെ കേവലം ഒരു പ്രതിരോധ നടപടിയായല്ല, മറിച്ച് അമേരിക്കയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അനിവാര്യമായ ബാധ്യതയായാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. സൈനിക നടപടികൾക്ക് പൊതുസമൂഹത്തിന്റെ അംഗീകാരം നേടിയെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക തന്ത്രം എന്ന നിലയിൽ ചരിത്രമായ വസ്തുതകളെ തന്റെ വാദങ്ങൾക്ക് അനുകൂലമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അമേരിക്കൻ ജനതയുടെ മനസ്സിൽ യുദ്ധത്തെക്കുറിച്ചുള്ള ഭീതി മാറ്റിയെടുക്കാനും വരാനിരിക്കുന്ന നീക്കങ്ങൾ സുരക്ഷിതവും നിയന്ത്രിതവുമാണെന്ന് സ്ഥാപിക്കാനുമാണ് ഈ പ്രസംഗത്തിലൂടെ ലക്ഷ്യമിട്ടത്. ഒന്നാം ലോക മഹായുദ്ധം മുതൽ വിയറ്റ്നാം, കൊറിയ, ഇറാഖ് തുടങ്ങിയ ദീർഘകാല യുദ്ധങ്ങളുമായി ഇപ്പോഴത്തെ സംഘർഷത്തെ താരതമ്യം ചെയ്ത് ഇത് വെറും 32 ദിവസമാണ് എന്ന വാദം ഉയർത്തിയതിലൂടെ യുദ്ധത്തിന്റെ ഗുരുത്വം കുറച്ചു കാണിക്കാനാണ് ശ്രമമെന്ന വിമർശനമാണ് ഉയരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ യുദ്ധത്തിന്റെ ആഴവും അതിന്റെ ഭാവി പ്രത്യാഘാതങ്ങളും മറച്ചുവെക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ പോലൊരു പ്രാദേശിക ശക്തിയെ ഇനി ഭീഷണിയല്ല എന്ന് ചിത്രീകരിക്കുന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് പല അന്താരാഷ്ട്ര വിശകലനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഇറാൻ ചരിത്രപരമായി ശക്തമായ പ്രതിരോധ സംവിധാനവും പ്രാദേശിക സ്വാധീനവുമുള്ള രാജ്യമാണ്. മിഡിൽ ഈസ്റ്റിൽ അതിന്റെ പങ്ക് സൈനികതയിൽ മാത്രമല്ല, രാഷ്ട്രീയവും സാമ്പത്തികവുമായും വ്യാപിച്ചു കിടക്കുന്നു. അതിനാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു രാജ്യത്തെ നശിപ്പിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ യാഥാർത്ഥ്യത്തെ ലഘൂകരിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.